ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ എങ്ങനെ മട്ടൻ കറി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 3 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം. 2 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടയുന്നത് വരെ നമുക്കിത് വഴറ്റണം. ഇപ്പോൾ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ മട്ടൺ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലവണ്ണം നമ്മുടെ മസാലയുമായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 4 വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല നാടൻ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഗീ റൈസ്, ചോറ്, ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. താങ്ക് യു.